സവാള രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കണോ, രാജി വെപ്പിക്കുമോ, രാജി വെക്കേണ്ട ആവശ്യമുണ്ടോ? ഈ പ്രശ്നത്തിൽ ഞങ്ങളുടെ ഉപദേശം കൊടുത്തു കഴിഞ്ഞു. ആണോ ഇത്തവണ എന്ത് മണ്ടത്തരമാണാവോ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്? ഈ പറഞ്ഞതും കേട്ടതും മുഴുവൻ മനസ്സിലാക്കിയിട്ട് പിന്നെ എങ്ങനെയാണ് ഒരു MLA-ക്ക് രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുക? അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഇതിനെ സഹായിക്കാൻ നല്ലത് രാജിവെക്കുന്നതാണ്. അല്ല, ഫ്രെയിം നന്നായിട്ടുണ്ട് കേട്ടോ. ഫ്രെയിമിന്റെ ബ്യൂട്ടി. ഗണേശനല്ലേ നിൽക്കുന്നത്, അപ്പുറത്ത് മുകേഷണ്ണനെയും കൂടെ നിർത്തിയിരുന്നെങ്കിൽ കറക്റ്റ് ആയനെ. ഇതുപോലെ ഒരു സംഭവം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ആരും കേൾക്കുകയോ ഇതിനു മുമ്പ് വാർത്തയാവുകയോ ചെയ്തിട്ടില്ല. കേരള ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നേ വരെ ആരും കേൾക്കുകയോ ഇതിനു മുമ്പ് വാർത്തയാവുകയോ ചെയ്തിട്ടില്ല. ഉറപ്പിക്കാമോ? ഞാനും ഗണേശൻ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. ഒരു 2005 തുടങ്ങിയ റിലേഷനാണ്. ഏകദേശം ആ ഒരു ഇതിലാണ് മുമ്പോട്ട് പോയിരുന്നത്. ഇന്നേ വരെ ആരും കേൾക്കുകയോ ഇതിനു മുമ്പ് വാർത്തയാവുകയോ ചെയ്തിട്ടില്ല. തല ഉയർത്തി പിടിച്ച് തന്നെ ആ അഭിമാനത്തോടുകൂടി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഒരു കാര്യം കൂടി പറയാം. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്ന് നിൽക്കുന്നവരുടെ ആരുടെയും പേരിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായിട്ടേയില്ല. മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലായല്ലോ ഇത്. ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കാൻ ഏറ്റവും പ്രാപ്തനായിട്ടുള്ള ആള് തൊട്ടരികിൽ നിൽക്കുമ്പോൾ കനത്ത ഡയലോഗുകൾ ഇങ്ങ് പോരട്ടെ. ആ ഡയലോഗ് പറഞ്ഞപ്പോ വിദൂരതയിലേക്ക് ഏത് വികാരം മുഖത്ത് പ്രകടിപ്പിക്കണമെന്നറിയാതെ നിൽക്കുന്ന ഗണേശൻ ചോട്ടന്റെ ആ ഒരു അവസ്ഥ കൂടി കണക്കിലെടുക്കായിരുന്നു. അത്ര ഗൗരവതരമായ രീതിയിലുള്ള എന്ത് പദമാണ് ഉപയോഗിക്കുക എന്ന് പറയാൻ സാധിക്കില്ല. ഇത്രയും സർവവിജ്ഞാനകോശമായിട്ടുള്ള ഇത്രയും പദസമ്പത്തുള്ള മാസ്റ്റർ ഇങ്ങനെ പാടുപെടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള വാക്ക്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത പ്രവൃത്തിക്ക് ഏത് പദം കൃത്യമായിട്ട് ഉപയോഗിക്കാം എന്നത് പറഞ്ഞു തരാൻ അടുത്ത് നിൽക്കുന്ന ഗണേശൻ ചേട്ടനെ ഇനി കഴിയും. ഗൗരവതരമായ ക്രിമിനൽ സംവിധാനമാണ് ഇവിടെ നടന്നത്. അതിനെതിരായി കേരള ജനങ്ങൾ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുകയാണ്. ഇമ്മാതിരി തോന്നിയാസവും പോക്കൃത്തരവും ഒക്കെ കാണിച്ച ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടെ നിൽക്കുന്ന ആളുകൾ ഇപ്പൊ നമ്മുടെ മന്ത്രി കസേര അലങ്കരിക്കുന്നവരും നമ്മുടെ രാഷ്ട്രീയത്തിൽപ്പെട്ടവരുമായിട്ടുള്ള എത്ര പേര് വാതുറന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർത്ത് സംസാരിക്കും? ആ കാര്യത്തിൽ ഒരു ചെറിയ സംശയമുണ്ട്. നമ്മളൊരു സത്യം പറഞ്ഞ അത്രയുള്ളല്ലേ. ഗണേശൻ ചേട്ടൻ ഒന്ന് മൈക്ക് കൊടുത്ത് എന്തെങ്കിലും പറയുമോന്ന് അറിയത്തില്ലല്ലോ. പറഞ്ഞാലും മുകേഷൻ തന്നെ കണ്ടില്ലല്ലോ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. Mukesh is a very abusive ആണ്, ഭയങ്കര അബ്യൂസീവ്, ക്യാരക്ടർലെസ് പേഴ്സൺ. ഹി ഡസന്റ് റെസ്പെക്ട്. പെണ്ണുങ്ങളും പറഞ്ഞാൽ റെസ്പെക്ട് ഇല്ല, ഒട്ടുമില്ല. സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ രാജിവെക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉറപ്പല്ലേ? ഇന്നോ നാളെ രാജിവെക്കും. അതിനു മുമ്പായിട്ട് നമുക്ക് രാജിക്ക് വേണ്ടി 3-4 പേര് വെയിറ്റിംഗിൽ നിൽക്കല്ലേ, അവരെ രാജിവെപ്പിച്ച് നമ്മൾ സ്കോർ ചെയ്യണം. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇത് ആരോപണമല്ലോ, വസ്തുതാപരമായ തെളിവുകൾ ലോകത്തിന്റെ മുമ്പിൽ നിരന്നിരിക്കുകയാണ്. പക്ഷെ അവിടെ അന്ന് ആരോപണങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ആളുകളുടെ വായിൽ നിന്ന് വരുന്നതും അവര് പൊക്കി കാണിച്ചതും ഒന്നും തെളിവുകളുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. നീ ഒന്നും ജീവിതകാലത്ത് നന്നാവില്ലടാ. ഗണേശൻ ചേട്ടൻ ഇറങ്ങി ഓടണോ, അവിടെ നിൽക്കണോ, ആരുടെയെങ്കിലും കയ്യിലോട്ട് ബോധം കെട്ട് വീഴണോന്നൊന്നും അറിയില്ല. അന്ന് വന്നത് ആരോപണം മാത്രം. അതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. മനസ്സിലായി. ആരോപണമല്ലല്ലോ ഇത്. സ്നേഹം കൊടുക്കാൻ രാഹുലിന് മാത്രമല്ല ഞങ്ങൾക്കും കഴിയുമെന്ന് ഇതിനു മുമ്പേ തെളിയിച്ച ആളുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് രാഹുലിലേക്ക് വരുന്നതല്ലേ അതിന്റെ ഒരു ശരി. എല്ലാ കാര്യത്തിലും ന്യായം മാത്രം സംസാരിക്കുന്ന മാസ്റ്റർ ഈ പറഞ്ഞത് ശരിയായില്ല. ആരോപണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറ്റപത്രം അത് കോടതി തെളിയിക്കട്ടെ. അത് കുഴപ്പമില്ല, നമുക്ക് അപ്പൊ ആലോചിക്കാം. അത് ശരി. മറ്റവരുടെയൊക്കെ കാര്യം കോടതി തെളിഞ്ഞു കഴിഞ്ഞ് രാജിയുടെ കാര്യം ആലോചിക്കാം. പക്ഷെ ഇവന്റെ കാര്യം ഇപ്പോഴേ തീരുമാനം ആക്കണല്ലേ. അതെ, എന്താ കുഴപ്പം? ഇത് പുതിയ കീഴ്വഴക്കം. ഇങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് എപ്പം ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലെ ഉണ്ടോ? ലോകത്തിനുണ്ടായത് എനിക്കറിയില്ല, ഇവിടെ കേരളത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല. ഒന്ന് നിർത്തണോ തന്റെ ഈ പുളു? ഇനി ആരോപണമായിട്ട് ഒരു കടലാസ് വന്നതല്ല,
ഗണേശൻ ചേട്ടൻ ആരുടെ മുഖത്തോട്ട് നോക്കണം, മണൽത്തരി എണ്ണണോ നക്ഷത്രം എണ്ണണോ എന്നൊന്നും ഒരു പിടിയില്ല. ഇങ്ങനെ അടുത്ത് അതിനെ പിടിച്ച് നിർത്തിക്കൊണ്ട് സെൽഫ് ട്രോൾ വേണ്ടായിരുന്നെണ്ണ. ക്രിമിനൽ സംവിധാനത്തെ ഇത് എങ്ങനെയാ ഇതിനൊക്കെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പറയാൻ പറ്റുക? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഗോവിന്ദ മാസ്റ്ററെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു കാര്യമാണിത് കേട്ടോ. മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ ഉയർന്നു വരട്ടെ, അതിനെപ്പറ്റി ചോദിക്കൂ. ധാർമ്മിക ക്യാപ്സ്യൂളുകൾ ഇങ്ങനെ ഇടതടവില്ലാതെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷെ അവരുടെ കാര്യത്തിലേക്ക് വരൂ, തെളിവുണ്ടോ? അസംബന്ധം പറയരുത്, അസംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല തുടങ്ങിയ ലിമിറ്റഡ് സാധനങ്ങൾ കൊണ്ട് രക്ഷപ്പെടും. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. സത്യം പറഞ്ഞാൽ 2 ദിവസം മുമ്പ് ഈ മാസ്റ്ററുടെ മകന്റെ പ്രശ്നത്തിലെ വാ തുറക്കാതെ വന്നപ്പോ ഞാൻ ഓർത്ത് തൊണ്ടയുടെ മറ്റേ സ്വന തന്തുക്കളൊക്കെ അടിച്ചു പോയെന്ന്. അപ്പൊ അതിനകത്ത് ശബ്ദം മിച്ചമുണ്ട്. അപ്പൊ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടിനെ, ക്രിമിനൽ സംവിധാനത്തെ ഇത് എങ്ങനെയാ ഇതിനൊക്കെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ പറയാൻ പറ്റുക? ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഇതൊന്നും പറയാൻ പോയിട്ട് ഇതിനെക്കുറിച്ചൊന്നും കേൾക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. കറക്റ്റ്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? പ്രത്യേകിച്ച് അടുത്ത് നിൽക്കുന്ന ആളെ പോലെയുള്ള ഈ ഒരു വിഷയത്തിലൊക്കെ ഇടപെടാൻ പോയിട്ട് അറപ്പോട് മാത്രം ഇത്തരം വിഷയങ്ങളെ നോക്കി കാണുന്ന ആ മഹാന്മാരുടെയൊക്കെ കാര്യമാണ് ചിന്തിക്കുന്നത്. ഇവരൊക്കെ ഇതൊക്കെ കേട്ട് എങ്ങനെ സഹിക്കുന്നെണ്ണ? അത്ര വൃത്തിഹീനമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു MLA രാജിവെക്കെ അല്ലാതെ വേറെ എന്ത് ചെയ്യണം താങ്കൾ പറയുന്നത്? ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. സാധാരണ ഇങ്ങനെയുള്ള തെമ്മാടത്തരം കാണിക്കുന്നവന്മാരെ രാജിവെപ്പിക്കുകയാണല്ലോ പതിവ്. പിന്നെ അവന്മാരെ രാഷ്ട്രീയത്തിലേ കാണത്തില്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രത്തിലെ ഫ്രെയിമിലേ ഉണ്ടാവത്തില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു മന്ത്രിമാരോ MLA-മാരോ അങ്ങനെയുള്ളവരോട് നിലനിൽക്കുന്നുണ്ടോ, അപ്പോഴേ തൂക്കി എറിഞ്ഞേക്കും. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് അങ്ങനെ. ഇവരെ സംരക്ഷിക്കുന്ന പരിപാടിയെ നമുക്കില്ലല്ലോ. എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ലുകുത്തി നാട്ടണത്? ആ ഗണേശൻ ചേട്ടന്റെ ജീവൻ ഉണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് നോക്കിയേക്കണം. മരം പോലെ നിൽക്കുന്നു. ഇനി ആരോപണമായിട്ട് ഒരു കടലാസ് വന്നതല്ല. അപ്പൊ ലോകം മുഴുവൻ അദ്ദേഹത്തിന് എങ്ങനെയാ ജനപ്രതിനിധി എന്ന രീതിയിൽ ജനങ്ങൾക്ക് ഇടയിൽ ഇറങ്ങാൻ സാധിക്കുക? ഡയലോഗിന് ഒരു കുറവില്ല. അങ്ങനെയുള്ള ഒരു MLA-ക്ക് എങ്ങനെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുമെന്ന് അത് മുകേഷ് എന്നോട് ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഈ സംഭവം മുഴുവൻ അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിക്കുകയും അവർക്ക് പ്രൊമോഷൻ നൽകുകയും ചെയ്തിട്ടുള്ളതാണ് KPCC-യുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വൃത്തികെട്ട രീതി. അത് പോയിന്റ് കേട്ടോ. ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാരാണ് ഏറ്റവും വലിയ വൃത്തികെട്ടവന്മാർ. പിന്നെ ഇവിടുത്തെ അത്രയും തീവ്രത അവിടെ ഇല്ലായിരുന്നെന്ന് തോന്നല്ലേ? അതുകൊണ്ട് നിങ്ങൾ വൃത്തികെട്ടവന്മാരുടെ കാറ്റഗറി വരത്തില്ല. ഏതെങ്കിലും സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പറ, ഏതെങ്കിലും സംഭവം പറ ഉണ്ടെങ്കിൽ. ആ പാവത്തിനെ അടുത്ത് പിടിച്ച് വെറുതെ നിർത്തിയത് മോശമായി. ഇപ്പൊ ഈ വിഷയത്തിൽ മാസ്റ്ററേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പോയിന്റുകൾ സംസാരിക്കാൻ പറ്റുന്നത് ഗണേശനായിരുന്നു കേട്ടോ. ഒരവസരം കൊടുക്കാതിരുന്നത് മോശമായി പോയി. അങ്ങനെ ബോധം കെട്ട് വീഴുവാണെങ്കിൽ ആരെങ്കിലും ഒന്ന് പിടിച്ചോണേ. ഉത്തരം ശരിയായില്ലേ? ചോദ്യം ശരിയായാല് ഉത്തരം ശരിയാവും. ഇപ്പോഴാണ് എല്ലാം ശരിയായത്. ചോദ്യം ഉത്തരവ് മാത്രമല്ല, ശരിയായിട്ടുള്ള ആളെ അടുത്ത് നിർത്തിക്കൊണ്ട് ഇത്രയും ശരികൾ വിളമ്പിയതിലൂടെയാണ് മാസ്റ്റർ ശരിക്കും ശരിയായത്. ശരിയാക്കി തരാം. എടോ, തന്റെ ഈ ചുറ്റിപ്പറ്റിരിപ്പും പത്രവായനും കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ താൻ ആളൊരു ചുറ്റിപ്പാണെന്ന്. പോ